ഇന്ന് ഇതിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. ഞാൻ ഡോക്ടർ രാജു കെ ബേബി. കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കോടതിക്കടുത്ത് താമസിക്കുന്നു. അവിടെ സ്വന്തം ക്ലിനിക്കായ പ്രയർ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്നു. എൻ്റെ ഫോൺ നമ്പർ ചുവടെ താഴെ കൊടുക്കുന്നു. സംശയമുള്ളവർ വിളിച്ച് ചോദിക്കുക. ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക. നന്നായി ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തന്ന് പ്രോത്സാഹിപ്പിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള തലവേദന ENT പ്രോബ്ലം ഉണ്ട്. തലവേദന ENT പ്രോബ്ലം ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ തല എന്ന് പറയുന്നത് ഒരു ഗോളം പോലെ ഇരിക്കുന്നു. ഈ തലവേദന നമ്മുടെ മൂക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ട് ENTയിൽ വരുന്നത്. നമ്മുടെ മൂക്കിന് ചുറ്റിനും വായുവുള്ള ചില അറകളുണ്ട്. എന്തിനാണ് വായുവുള്ള അറകളായിട്ട് ദൈവം സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തലയുടെ കനം കുറയ്ക്കുക, അല്ലെങ്കിൽ തലയോട്ടിയുടെ കനം കുറയ്ക്കുക, അതുപോലെ നമ്മുടെ റെസണൻസ് ടോണിൻ്റെ, ഈ ശബ്ദത്തിൻ്റെ ടോണിൻ്റെ റെസണൻസ് കൂട്ടുക, ഇങ്ങനെയുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം അത് അങ്ങനെ സൃഷ്ടിച്ചത്. അങ്ങനെ നമ്മൾ പല സൈനസ് എന്നാണ് പറയുന്നത്, ഏർക്കാണ്ട് ഇനി സൈനസ്, ഈ സൈനസിൽ വരുന്ന ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് വരാം. മൂക്കിൻ്റെ പാലത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് വരാം. എന്തിനാ, മൂക്കിനകത്തൊരു കുരു വന്നാലും തലവേദന വരാം. പിന്നെ തൊണ്ടയിൽ നല്ല പഴുപ്പുണ്ടെങ്കിൽ തലവേദന വരാം. ഇങ്ങനെ ENTയുടെ പലവിധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തലവേദന വരാവുന്നതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ENT തലവേദന എന്ന് പറയുന്നത് സൈനസിനകത്ത് കഫക്കെട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള തലവേദനകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ തലവേദനകൾ മിക്കവാറും രാവിലെ ആയിരിക്കും. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തലവേദന വരിക, അത് മാക്സിലറി സൈനസിൻ്റെ തലവേദനയായിട്ട് എടുക്കുന്നു. എന്നാൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ തലവേദനയിൽ വരുന്നെങ്കിൽ അത് ഫ്രോണ്ടൽ ഹെഡേക്ക് എന്ന് പറയുന്നു. അത് ഓഫീസ് ഹെഡേക്ക് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അകത്ത് കെട്ടിയിരിക്കുന്നതായിട്ടുള്ള കഫക്കെട്ട് വെളിയിലോട്ട് പോകുന്നില്ല. അപ്പോൾ കഫം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. സാധാരണ പനി വന്നു കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് ഈ തലവേദന ഇങ്ങനെ കണ്ടുവരുന്നത്. ഇതുപോലെ വേറെയും എയർ സൈനസസ് ഉണ്ട്. ഈ സ്ഫീനോയിഡ് സൈനസ് എന്ന് പറയുന്നതിന് വരുന്ന നീർക്കെട്ടിന് വലിയ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ഹെഡേക്ക് വരാം. അതുപോലെ എത്മോയിഡ് സൈനസൈറ്റിസ്, അത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനും കണ്ണിൻ്റെ 2 വശത്തും നമുക്ക് വേദനയായിട്ട് വരാം. ഇങ്ങനെ സൈനസൈറ്റിസ് തലവേദനയുടെ ഒരു വലിയ കാര്യമാണ്. ഈ പല്ലുവേദന കൊണ്ട് ആക്സിലറി സൈനസ് ഇൻവോൾവ് ആയിട്ട് വരാം. അവിടെയും തലവേദന എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതാണ്. ഈ തലവേദനകളെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നതായിട്ടുള്ള സമയത്ത് ENTയുടെ തലവേദനകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് എളുപ്പമാണ്. മൂക്കിൽ കൂടി കഫം പോവുക, വായ്ക്കകത്ത് പോസ്റ്റ് നേസൽ ഡ്രിബ്ലിംഗ് ആയിട്ട് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ENTയുടെ തലവേദനയെ വളരെ പോയിന്റിലേക്ക് സൂചിപ്പിക്കുന്നു. ഈ തലവേദന നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിക്കാം. ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്സ് എങ്ങനെയെങ്കിലും കഴിച്ചാൽ തീരുന്ന കാര്യമല്ല. പകരം അതിൻ്റെ രീതിയിലായിട്ട് കഴിച്ചിട്ട് ചെയ്യണം. ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ മരുന്ന് കഴിച്ചിട്ട് പിന്നെ അവർ വരത്തില്ല, അവരവരുടെ പാട്ടിന് പോകുന്നു. എന്നാൽ അങ്ങനെയല്ല, അതിന് തുടർ ചികിത്സ ആവശ്യമാണ്. വീണ്ടും ചില മരുന്നുകൾ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ സെക്രീഷൻസ് വറ്റിക്കുകയോ അല്ലെങ്കിൽ സെക്രീഷൻസ് ഇല്ലാതാക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ തലവേദനയെ ചികിത്സിക്കേണ്ടത്. എന്നാൽ ഇവിടെ ചില സമയത്ത് തലവേദന ഇതുകൊണ്ട് മാറുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ സമയത്ത് നമ്മൾ ഇത് പഴുപ്പ് കുത്തിയെടുക്കുക, അങ്ങനെ ചെയ്യാം. പിന്നെ ചില ആൾക്കാർ
ഇപ്പോഴത്തെ വളരെ വലിയ കൂടിയ സർജറികൾ എന്നൊക്കെ പറഞ്ഞ ഫിസ് എന്ന് പറയുന്ന സർജറി വേണമെങ്കിൽ ചെയ്ത് ഇതിൻ്റെ ദ്വാരം വലുതാക്കി, ഓസ്റ്റോമിയേറ്റൽ കോംപ്ലക്സിൻ്റെ ദ്വാരങ്ങൾ വലുതാക്കി അതിൽ കൂടെ ഡ്രെയിൻ ചെയ്ത് നമുക്ക് എടുക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഈ മാക്സിലറി സൈനസൈറ്റിസും ഫ്രോണ്ടൽ സൈനസൈറ്റിസും ഇങ്ങനെ നമുക്ക് ചികിത്സിക്കാനായിട്ട് പറ്റും. പക്ഷേ അത് ചികിത്സിക്കേണ്ട രീതിയിൽ തന്നെ ചികിത്സിക്കണം. പിന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള തലവേദനകൾ വരികയാണെങ്കിൽ, അത് കഫക്കെട്ട് മൂലമുള്ള തലവേദനകൾ വരുന്നതായിട്ട് വരികയാണെങ്കിൽ ഒരു പ്രത്യേക ഓപ്പറേഷൻ ഉണ്ട്. ചിലപ്പം ജനറൽ അനസ്തീഷ്യയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യണം. ഫെസ് എന്ന് പറയുന്ന ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി അതും ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത് നല്ലത്. കാരണം നമ്മുടെ ബ്ലീഡിങ് അല്പം കൂടുതലാണെന്നെങ്കിലും നമ്മുടെ പേഷ്യൻസ് ഒക്കെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഫംഗൽ സൈനസൈറ്റിസും ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഈ ആംഫോടെറിസം എന്ന് പറയുന്ന മരുന്ന് കൊണ്ടാണ് ഫംഗൽ സൈനസൈറ്റിസ് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഫംഗസ് ഒരു വലിയ കൂട് വെച്ച് കഴിഞ്ഞാൽ, വലിയ ബോൾ വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് ദൂരെ കളയേണ്ടി വരും. ഇവിടെയും നമുക്ക് സൈനസിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ ലിറ്റിൽ സെറിയ ഇൻഫെക്ഷൻ ആ സമയത്തൊക്കെ ഈ സൈനസൈറ്റിസ് വളരെ കാര്യമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ അത് ഓർബിറ്റൽ സെല്ലുലൈറ്റിസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ തലയ്ക്കകത്ത് പഴുപ്പ് കയറും. ഈ കാലങ്ങളിൽ ഈ തലയ്ക്കകത്ത് പഴുപ്പ് കയറുക, മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ സബ്ഡ്യൂറൽ ആബ്സസ് അല്ലെങ്കിൽ സെറബ്രൽ ആബ്സസ് എന്ന് പറയുന്നതായിട്ടുള്ള കണ്ടീഷൻസ്, തലയിലേക്ക് വരുന്ന ആ പഴുപ്പ് കെട്ടുകളൊക്കെ ഈ കാലത്ത് കാണുന്നത് വളരെ അസാധാരണമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസ് ഒരു കാലത്ത് ഞാൻ പഠിക്കുമ്പോഴുള്ള ആൻറ്റിബയോട്ടിക്സ് അല്ല, അതിനെക്കാട്ടി പവർഫുൾ ആൻറ്റിബയോട്ടിക്സും എന്ന് വെച്ചാൽ പവർഫുൾ സൈഡ് എഫക്ട്സ് ഉണ്ടെന്നല്ല അർത്ഥം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. പവർഫുൾ സൈഡ് എഫക്ട്സ് ഇല്ലാത്തതും സൈഡ് എഫക്ട്സ് വളരെ വളരെ മിനിമം ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അതുകൊണ്ട് ഇവയൊക്കെ ചെയ്യാം. അതുകൊണ്ട് സൈനസൈറ്റിസ് മൂലമുള്ള മെനിഞ്ചൈറ്റിസ് ഒക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്ന അസുഖങ്ങൾ, അറ്റിക്കോവാൻട്രൽ ഡിസീസ് അല്ലെങ്കിൽ ട്യൂബോറ്റോമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന അസുഖം, 2 അസുഖങ്ങളുണ്ട്. ഈ അറ്റിക്കോവാൻട്രൽ ഡിസീസ് തലയ്ക്ക് സെറബ്രൽ ആബ്സസ് കൊണ്ടുവരാം. ഒരു കാലത്ത് അതൊക്കെ വളരെ സാധാരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കാണുന്നത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇങ്ങനെ പലവിധമായിട്ടുള്ള കഫക്കെട്ടുകൾ കൊണ്ടും ഡേഞ്ചറസ് ഏരിയ ഓഫ് ദ നോസ് അല്ലെങ്കിൽ ഫേസ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഇൻഫെക്ഷൻ കൊണ്ടും ഈ തലയ്ക്കകത്ത് പഴുപ്പ് വരാം. അത് തലവേദനയായിട്ട് രൂപാന്തരപ്പെടാം. മസ്തിഷ്കം എപ്പോഴാണ് ഇൻവോൾവ് ചെയ്തു എന്ന് നമ്മൾ അറിയുന്നത് ഈ പനിയുടെ കൂടെ ഛർദിലും കൂടെ വരുമ്പോഴാണ്. ഛർദിൽ വരുന്നതായിട്ടുള്ള സമയത്ത്, പനിയും ഛർദിലും കൂടെ വരുന്നതായിട്ടുള്ള സമയത്ത് സൈനസൈറ്റിസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആകാം. അത് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരാം. അപ്പോൾ അത് സെറബ്രോസ്പൈനൽ ഫീവറായിട്ടും മെനിഞ്ചൈറ്റിസുമായിട്ടും ഒക്കെ പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണാതെ ഇത് തുടക്കത്തിൽ തന്നെ ഈ സൈനസൈറ്റിസ് ചികിത്സിക്കണം. ഇപ്പോഴത്തെ പുതിയ നൂതന സർജറിയായ ഫെസ് സർജറി ഓസ്റ്റോമിയേറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലങ്ങളെ വൈഡൻ ചെയ്യുകയും എഡ്മാർഡൽ സെൽസിനെ എക്സെൻട്രേറ്റ് ചെയ്ത് അത് വെളിയിലെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സൈനസൈറ്റിസിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ഉണ്ട്. പിന്നെ ചിലപ്പോൾ നേസൽ പോളിപ്സ്, അത് തലവേദന ഉണ്ടാക്കുക. ചില ആൾക്കാർക്ക് എത്ര ചികിത്സിച്ചാലും നേസൽ പോളിപ്സ് നമ്മൾ മരുന്ന് കൊടുത്താൽ മാറത്തില്ല. ഈ ബൈലാറ്ററൽ എഡ്മാർഡൽ പോളിപ്സ് ഒരിക്കലും മാറത്തില്ല. അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. പോളിപ്പ് ഈസ് നത്തിങ് ബട്ട് പ്രലാപ്സം മുക്കോസ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മാംസകഷ്ണം വെളിയിലോട്ട് തള്ളി വയ്ക്കുന്നത്, അതൊരു പക്ഷേ കൂടുതൽ ചുമന്നുണ്ടാകാം, അത് കൂടുതൽ വല്ലാത്ത രീതിയിൽ ശ്വസിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. എന്തിന് നിസ്സാരമായി ചുമ്മാ ചീറ്റിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലും തലവേദന വരും. പല്ലിൻ്റെ ഇൻഫെക്ഷൻ തലവേദന വരും. സബ്മാൻഡിബുലർ അഡിനൈറ്റിസ് അല്ലെങ്കിൽ സബ്മാൻഡിബുലർ ലിംഫഡിനൈറ്റിസ് അല്ലെങ്കിൽ സബ്മാൻഡിബുലർ അഡിനൈറ്റിസ് തലവേദന വരാം. പല്ലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തലവേദനയിലേക്ക് നീങ്ങാം. ഇവിടെ നമ്മൾ ഫലപ്രദമായ ചികിത്സ കൊണ്ട് ഇവയിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ കിട്ടാവുന്നതാണ്. എന്നെ ഇത്രയും നേരം കേട്ടത് പ്രിയപ്പെട്ട എൻ്റെ
പ്രേക്ഷകരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇത് ഷൂട്ട് ചെയ്ത് സഹായിച്ചായിട്ടുള്ള എൻ്റെ മൂത്ത മകൾ സാമിയ അമ്മാറിനോടും അതുപോലെ പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റിലിടാനും മറക്കരുതേ. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ്. ഈ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് വിനീതം ഓർപ്പിച്ചുകൊണ്ട് ഇനിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്.